പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 123 ആണ്. ട്രൂ സൊല്യൂഷൻ സസ്പെൻഷൻസ് അല്ലേ. ഓൾറെഡി ഇതൊക്കെ എടുത്ത് പഠിച്ചത് കൊണ്ട് തന്നെ നല്ല സിമ്പിളാണ് ഈ ചാപ്റ്റർ. ആർ സൊല്യൂഷൻ ഫോംഡ് വെൻ സബ്സ്റ്റൻസസ് ആർ മിക്സഡ് ടുഗദർ. ലെറ്റസ് മിക്സ് ഇറ്റ് അപ്പ് അല്ലേ. അതായത് സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അവിടെ ബീക്കർ 1 എടുത്തിട്ടുള്ളത് വാട്ടർ പ്ലസ് ഷുഗറാണ്, അഥവാ ഷുഗർ സൊല്യൂഷനാണ്. അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. ദെൻ ബീക്കർ 2 വാട്ടർ പ്ലസ് ചോക്ക് പൗഡർ. സ്റ്റിർ ദ കണ്ടൻറ്റ് ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൽ ആൻഡ് ഒബ്സർവ്. അതായത് രണ്ട് ബീക്കറിലും എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇൻ വിച്ച് ഓഫ് ദീസ് ബീക്കേഴ്സ് ആർ ദ പാർട്ടിക്കിൾ വിസിബിൾ. ഇതിലേതിലാണ് നമുക്ക് പാർട്ടിക്കിൾ കാണാൻ പറ്റുക? ബീക്കർ 2 കാരണം ബീക്കർ 1 നമ്മൾ ഷുഗർ സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്, അതിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് കണ്ണോട് കാണാൻ കഴിയില്ല. ദെൻ ബീക്കർ 2 ചോക്ക് പൗഡറാണ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ നല്ലപോലെ കാണാൻ പറ്റും. ദെൻ ലെറ്റസ് എക്സാമിൻ ദ ബീക്കേഴ്സ് ആഫ്റ്റർ കീപ്പിംഗ് ദം അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. അതായത് കുറച്ച് സമയം അനക്കാതെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് ഓഫ് ദീസ് ബീക്കേഴ്സ് ഡിഡ് ദ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. ഇതിലേത് ബീക്കറിലാണ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ആയത്? സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് ഊറി വരിക, താണ് വരുന്നത്. അത് ബീക്കർ 2 ദെൻ സ്റ്റിർ ദ മിക്സ്ചേഴ്സ് ഇൻ ബോത്ത് ബീക്കേഴ്സ് വെൽ ആൻഡ് പാസ് ഇൻ ദ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ത്രൂ ദ സൈഡ് ഓഫ് ദ ബീക്കേഴ്സ്. അതായത് രണ്ട് ബീക്കറിലുള്ള മിക്സ്ചേഴ്സിനെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലൂടെ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസ് ബീം കടത്തി വിടാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ലൈറ്റ് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ വിച്ച് ഓഫ് ദീസ് ബീക്കേഴ്സ് ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. ഇതിലേതിലാണ് ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആയിട്ടുള്ളത്? ആ ഫിഗറിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 6.7 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് അതിലെ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ചോക്ക് പൗഡറിലെ മിക്സ്ചറിലൂടെ കടത്തി വിടുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്നുണ്ട്. ഫിൽറ്റർ ഈച്ച് മിക്സ്ചർ യൂസിങ് ഫിൽറ്റർ പേപ്പേഴ്സ്. പാർട്ടിക്കിൾ ഓഫ് വിച്ച് ബീക്കർ കുഡ് ബി സെപ്പറേറ്റഡ്. അതായത് ഈ രണ്ട് മിക്സ്ചേഴ്സിനെയും ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളോട് സെപ്പറേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അരിച്ചെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പഞ്ചസാര വെള്ളം നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ചോക്ക് പൗഡറിന് വാട്ടറിൽ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയിലൂടെ അരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ബീക്കർ 2 ദെൻ ദ മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ ഈസ് എ ട്രൂ സൊല്യൂഷൻ. അതായത് ഈ ഷുഗറും വാട്ടറും അടങ്ങിയിരിക്കുന്ന മിക്സ്ചർ ഒരു ട്രൂ സൊല്യൂഷനാണ്. സിൻസ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഇറ്റ് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദ മിക്സ്ചർ. അതായത് ഷുഗർ സൊല്യൂഷൻ്റെ പ്രത്യേകത, പഞ്ചസാര വെള്ളം ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. കാരണം അതിൽ ഇറ്റ് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദ മിക്സ്ചർ. ആ മിക്സ്ചറിൽ അതിൻ്റെ എന്ത് ചെയ്യും? കോമ്പോസിഷൻ സെയിം ആയിരിക്കും. നമ്മൾ ഏത് ഭാഗത്തുനിന്ന് പഞ്ചസാര വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും, സെയിം മധുരമായിരിക്കും ഉണ്ടാവുക. അതിനാണ് ആ ടൈപ്പ്, അതായത് കോമ്പോസിഷൻ സെയിം ആയിട്ടിരിക്കുന്ന സൊല്യൂഷനാണ് നമ്മൾ മിക്സ്ചറാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ദെൻ ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഈസ് നോൺ ആസ് എ സസ്പെൻഷൻ. അതായത് ചോക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയ ടൈപ്പ് മിക്സ്ചറിനാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഈസ് ഇറ്റ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ? ഡസ് ദ മിക്സ്ചർ ഹാവ് എ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്? അപ്പോൾ എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? എന്തുകൊണ്ടാണ് ചോക്ക് പൗഡർ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദ കമ്പോണൻസ് ഇൻ എ മിക്സ്ചർ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഇറ്റ് ഈസ് നോൺ ആസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. അതായത് ഈ മിക്സ്ചറിലുള്ള കമ്പോണൻസ് ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുക. കാരണം ചോക്ക് പൗഡർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മേലെ ഉണ്ടാവും, ചോക്ക് പൗഡർ അല്ലെങ്കിൽ ചോക്ക് പൊടിൻ്റെ ഭാഗങ്ങളൊക്കെ താഴെയാണ് കാണപ്പെടുക. അപ്പോൾ അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ദെൻ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലേ. നമുക്കറിയാം മഡി വാട്ടർ, സംഭാരം, ഇതൊക്കെ ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്. ദെൻ ബേസ്ഡ് ഓൺ വിച്ച് ആസ്പെക്ട് ഡു വി കൺസിഡർ മഡി വാട്ടർ ആസ് എ സസ്പെൻഷൻ അല്ലേ. അതേ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. മഡി വാട്ടർ എന്തുകൊണ്ടാണ് സസ്പെൻഷൻ ആണെന്ന് ഏത് ബേസിലാണ് നമുക്ക് പറയാം? മഡി വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ എല്ലാ ഭാഗത്തും, ആ മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസ് ഒരുപോലെയല്ല കാണപ്പെടുക. Then now you can tabulate the characteristic of a true solution and a suspension from what you have observed. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേബിൾ 6.3. ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് 3 ആക്ടിവിറ്റി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അവ ട്രൂ സൊല്യൂഷനിൽ എന്ത് പ്രത്യേകതയാണ്, സസ്പെൻഷനിൽ എന്ത് പ്രത്യേകതയാണ് കാണിക്കുന്നതെന്നാണ് ഇവിടെ ആ ബോക്സിൽ പറയാനുള്ളത്. ദെൻ ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. നമ്മളൊരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചായിരിക്കുകയാണെങ്കിൽ ട്രൂ സൊല്യൂഷൻ
പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഈ പാർട്ടിക്കിളിനെ നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ഫിൽട്രേഷൻ മൂലം നമുക്ക് അരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ദെൻ സസ്പെൻഷനിലാണെങ്കിൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. സസ്പെൻഷനിലെ പാർട്ടിക്കിളിനെ നമ്മളൊരു ഫിൽട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ദെൻ പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ്. നമ്മൾ ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ട്രൂ സൊല്യൂഷനിൽ പാത്ത് ഓഫ് ലൈറ്റ് നോട്ട് വിസിബിൾ. ട്രൂ സൊല്യൂഷനിൽ നമുക്ക് ലൈറ്റിൻ്റെ പാത്ത് കാണാൻ കഴിയുന്നില്ല. ബട്ട് ഇൻ സസ്പെൻഷൻ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ. സസ്പെൻഷനിലാണെങ്കിൽ ആ ലൈറ്റ് ബീമിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കും. ദെൻ കീപ്പ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയില്ലെങ്കിൽ ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഇൻ ട്രൂ സൊല്യൂഷൻ. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് ഒന്നും സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. പക്ഷേ സസ്പെൻഷനിൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ആവും. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പ്രോപ്പർട്ടിയൊക്കെ കിട്ടും. ട്രൂ സൊല്യൂഷൻ ഒരു ഷുഗർ സൊല്യൂഷൻ എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കുക. ദെൻ സസ്പെൻഷന് ചോക്ക് പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്ത ഒരു മിക്സ്ചർ സൊല്യൂഷനും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇതിലാകെ ലൈറ്റ് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. Then here what may be the reason for the difference in observation? It is due to the difference in the size of solute particle. അല്ലേ, നമുക്കറിയാം ഷുഗർ സൊല്യൂഷനിലെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ആ സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒബ്സർവേഷനിൽ വ്യത്യാസം വരുന്നത്. The size of the solute particle is very small in a true solution. They cannot be seen with naked eye or even a microscope. അതായത് ട്രൂ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത് നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാൻ കഴിയില്ല. ആസ് ദ പാർട്ടിക്കിൾസ് ആർ വെരി മൈന്യൂട്ട് ദേ കനോട്ട് സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ്. ഹെൻസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. ഈ പാർട്ടിക്കിൾ ഇത്രയും ചെറുതായതുകൊണ്ട് അത് ലൈറ്റിൻ്റെ പാത്തിനെ സ്കാറ്റർ ചെയ്യുന്നില്ല. ഹെൻസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റിൻ്റെ പാത്ത് കാണാൻ കഴിയാത്തത്. In the case of a suspension, the solute particles are large enough to be seen with a naked eye. അതായത് സസ്പെൻഷനിലുള്ള പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയുന്നതാണ്. ദേ സ്കാറ്റർ ലൈ, അതെന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ദേ ഗ്രാജുവലി സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി. വി ക്യാൻ ഫിൽട്ടർ ദിസ് ഔട്ട് ആൾസോ. അല്ലേ, അതായത് ഗ്രാവിറ്റി മൂലം ഇതെന്ത് ചെയ്യുന്നുണ്ട്, താഴെ കൂറി വരുന്നുണ്ട്, സെറ്റിൽ ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനും കഴിയും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് കൊളോയിഡിനെ കുറിച്ചാണ്. വി ഹാവ് ലേൺഡ് അബൌട്ട് സൊല്യൂഷൻസ് ആൻഡ് സസ്പെൻഷൻ. ആർ ദർ എനി മിക്സ്ചേഴ്സ് വിച്ച് ആർ നൈദർ ഓഫ് ദിസ്? ഇതല്ലാത്ത വേറെ ഏതെങ്കിലും മിക്സ്ചർ ഉണ്ടോ എന്നാണ് ചോദ്യം. ഡസ് മിൽക്ക് ബിലോങ് ടു ദിസ് കാറ്റഗറി? അല്ലേ, അതായത് മിൽക്ക് വരുന്ന മറ്റൊരു കാറ്റഗറിയിലാണ്, അതായത് കൊളോയിഡിലാണ് മിൽക്ക്, പെയിൻ്റൊക്കെ പോലുള്ള സബ്സ്റ്റൻസ് ഒക്കെ വരുന്നത്. Then take a mixture of water and milk in a beaker and repeat the previously done activity. അതായത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള 3 ആക്ടിവിറ്റിയും മിൽക്ക് വാട്ടറിൽ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്രൂ ഓർ ഫാൾസ് എന്ന് ടിക്ക് ചെയ്താൽ മതി. ദെൻ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. അതായത് പാർട്ടിക്കിൾസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്, അത് ഫാൾസ് ആണ്. ദെൻ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ക്യാൻ ബി സീൻ. അതായത് ലൈറ്റ് ബീമിൻ്റെ പാത്ത് കാണാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ, അത് ട്രൂ ആണ്, നമുക്ക് കാണാൻ കഴിയും. ദെൻ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. പാർട്ടിക്കിൾസിനെ നമുക്ക് ഫിൽട്രേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരിക്കലും നമുക്ക് കൊളോയിഡിലെ പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ഫാൾസ് ആണ്. അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ട് വരുന്നത് ലൈറ്റ് ബീം കാണാൻ കഴിയും എന്നുള്ളതും ഫാൾസ് ആണ്. നമുക്ക് പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ വിത്ത് നേക്കഡ് ഐ എന്നുള്ളതും അതേപോലെ പാർട്ടിക്കിൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞതും ഫാൾസ് ആണ്. Then we cannot see the particles in it with naked eye as in a solution. ഒരു സൊല്യൂഷനിലുള്ളതുപോലെ നമുക്ക് നേക്കഡ് ഐ ഉപയോഗിച്ചിട്ട് പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയില്ല. They also do not settle down as in a suspension. ഒരു സസ്പെൻഷനിലുള്ളതുപോലെ തന്നെ ഇത് സെറ്റിൽ ഡൗൺ ആവുന്നില്ല. But on passing an intense beam of light, the path of the beam is visible. പക്ഷേ ഇതിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് വിസിബിൾ ആണ്. കൊളോയിഡൽ മിക്സ്ചേഴ്സ് ആർ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ഈ കൊളോയിഡൽ മിക്സ്ചേഴ്സ് സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയിലാണ് വരുന്നത്. ഹെൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മിൽക്ക് ഈസ് എ കൊളോയിഡ്. അതുകൊണ്ട് നമുക്ക് മിൽക്ക് ഒരു കൊളോയിഡാണെന്ന് മനസ്സിലാക്കാം. കാരണം സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി അല്ല കാണിക്കുന്നത്, സസ്പെൻഷൻ്റെ പ്രോപ്പർട്ടി അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഇത് വരുന്നത്, കൊളോയിഡ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ എക്സാമ്പിളായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. In cinema theaters and smart classroom where visuals are shown using a projector, have you noticed that the path of light beam can be clearly seen if there are dust particle in air? അതായത് നമുക്ക് എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പാത്ത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്?
ദ സൈസ് ഓഫ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് കൊളോയിഡ്. അതായത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പാത്ത് വിസിബിൾ ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ അതേ സൈസാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനും വരുന്നത്. അതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ വീടിൻ്റെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോളിനുള്ളിൽ കൂടെ ഒക്കെ ലൈറ്റ് വരും. ആ ലൈറ്റിൻ്റെ പാത്ത് ശരിക്കും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ നല്ല കൃത്യമായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ അതായത് ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആവാൻ കാരണം ഈ ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ സൈസും കൊളോയിഡ് പാർട്ടിക്കിളിൻ്റെ സൈസും ഏകദേശം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ബൈ അനലൈസിങ് ദ എബോവ് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ്. അതായത് നിങ്ങൾ പഠിച്ച പോലെ ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും കൊളോയിഡും ഒന്നിച്ചൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൂന്നിൻ്റെയും പ്രോപ്പർട്ടി കൃത്യമായിട്ട് ഈ ബോക്സിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നെക്സ്റ്റ് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് us do an experiment. Prepare a solution by adding 2 gram sodium thiosulfate to a beaker containing 50 ml of water. അതായത് നമ്മളൊരു ബീക്കറിൽ 50 ml വാട്ടർ എടുത്തിട്ട് അതിലേക്ക് 2 gram സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. പ്ലേസ് ദ ബീക്കർ ഇൻ ദ പാത്ത് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് as shown in figure. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈറ്റിൻ്റെ പാത്തിൽ ഈ ബീക്കർ വെക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സ്റ്റിർ വെൽ. ഇതിലേക്ക് കുറച്ച് 1-2 ഡ്രോപ്പ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒബ്സർവ് ഫോർ എ വൈൽ, റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ പാത്ത് ഇവിടെ വിസിബിൾ ആവുന്നുണ്ട്. ആസ് ദ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ സൾഫർ ഗെറ്റ്സ് പ്രസിപ്പിറ്റേറ്റഡ് ഇൻ കൊളോയിഡൽ ഫോം. അതായത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് സൾഫർ എന്ത് ചെയ്യുന്നുണ്ട്, കൊളോയിഡൽ ഫോമിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സൊല്യൂഷൻ ചേഞ്ച് ചെയ്തിട്ട് കൊളോയിഡൽ ഫോമിലേക്കായി മാറുകയാണ് ചെയ്യുന്നത്. എ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് ഫോംഡ്. അപ്പോൾ ലൈറ്റ് ബീമിൻ്റെ ഒരു പാത്ത് നമുക്ക് കാണാൻ കഴിയും. വിത്ത് ദ പാസേജ് ഓഫ് ടൈം മോർ ആൻഡ് മോർ സൾഫർ പാർട്ടിക്കിൾസ് ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. ഫൈനലി സൾഫർ സെറ്റിൽ ഡൗൺ ഇൻ ദ ഫോം ഓഫ് സസ്പെൻഷൻ. അതായത് ഈ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് എന്ത് ചെയ്യും, സൾഫർ പാർട്ടിക്കിൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഫൈനലി സൾഫർ സെറ്റിൽ ഡൗൺ ഇൻ ദ ഫോം ഓഫ് സസ്പെൻഷൻ. അവസാനം എന്ത് ചെയ്യും, കൊളോയിഡൽ ഫോമിൽ നിന്ന് ഈ സൾഫർ എന്തായിട്ട് മാറുക, സസ്പെൻഷൻ്റെ രൂപത്തിലേക്ക് സെറ്റിൽ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. The phenomena of scattering of a beam of light by colloidal particle is known as Tyndall effect. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് ബീമിനെ സ്കാറ്റർ ചെയ്യുന്ന ഈ ഫിനോമിന അറിയപ്പെടുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്ന പേരിലാണ്. ഇതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദെൻ കൊളോയിഡ് ഇൻ ഡെയിലി ലൈഫ്. ഇനി നമുക്കൊരു കുഞ്ഞു ടോപ്പിക് കൂടാണുള്ളത്. ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കൊളോയിഡൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. Colloid have several applications in the modern world. Food production, treatment of wastewater, production of cosmetics, medicines, oil, water emulsion, mayonnaise, gels, dairy product are all related to colloid. അല്ലേ, നമുക്ക് എപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണല്ലേ. കാരണം ഇപ്പോൾ ജങ്ക് ഫുഡിൻ്റെ ഒരു കാലം ആയതുകൊണ്ട് മയണൈസ് ഒക്കെ ഏത് ഫോമിലാണെന്നാണ് പറയപ്പെടുന്നത്, കൊളോയിഡൽ ഫോമിലാണ്. ഐഡൻറ്റിഫൈ ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഇൻ ദീസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അല്ലേ, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മയണൈസിനെ കുറിച്ച് ഇവിടെ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇത് നമുക്ക് ഇനി പഠിക്കാനുള്ള ചെറിയ ടോപ്പിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചാണ്. സോഫ്റ്റ് ഡ്രിങ്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലേ, ഇവിടെ ഈ ഒരു ഫിഗർ 6.9 പല കളറിലുള്ള സോഫ്റ്റ് ഡ്രിങ്കും കൊടുത്തിട്ടുണ്ട്. ഹാവിൻറ്റ് യു സീൻ ദ പ്രിപ്പറേഷൻ ഓഫ് കുലുക്കി സർബത്ത് ഇൻ കൂൾ ഡ്രിങ്ക് ഷോപ്പ്? അല്ലേ, അതായത് കുലുക്കി സർബത്ത് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഓൾ ഇൻഗ്രീഡിയൻസ് ആർ ഡിസോൾഡ് ഇൻ ഇറ്റ്, സം ഓഫ് ദം ആർ നോട്ട് സോലബിൾ ആൾസോ. അല്ലേ, അതായത് ഇതിലേതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തത്, ഇതിൽ കുലുക്ക് സർബത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ചില ഇൻഗ്രീഡിയൻസ് നോട്ട് സോലബിൾ ആണ്, അതായത് സോലബിൾ അല്ലാത്തത് ലയിക്കാത്ത സബ്സ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഡ്രിങ്ക്സ് ആർ എസെൻഷ്യൽ ടു quench our thirst in hot weather. Several juices that we consume are in the colloidal form. അല്ലേ, അതായത് നമ്മളെ ദാഹം ശമിപ്പിക്കാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ളതായിട്ടുള്ള പിന്നെ കാലാവസ്ഥയിൽ ചൂടുള്ള സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് എന്ത്, ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. സെവറൽ ജ്യൂസസ് ദാറ്റ് വി കൺസ്യൂം ആർ ഇൻ ദ കൊളോയിഡൽ ഫോം. നമ്മൾ യൂസ് ചെയ്യുന്ന പല ജ്യൂസുകളും ഏത് ഫോമിലാണ്, കൊളോയിഡൽ ഫോമിലാണ്. സം ഓഫ് ദം ആർ നാച്ചുറൽ വൈൽ അതേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ.
വി ക്യാൻ ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഡ്രിങ്ക്. ഇതിൽ കൂടുതലും അല്ലേ നാച്ചുറൽ ആയിട്ടുള്ളതും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമുക്കറിയാം, പ്യുവർ വാട്ടർ, ബട്ടർ മിൽക്ക്, ലെമൺ ജ്യൂസ്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതായത് ഇളനീർ വെള്ളം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ജ്യൂസുകളൊക്കെ. ഹൗ ലോങ് ആർ ദേ ഫിറ്റ് ഫോർ കൺസംഷൻ? അല്ലേ, നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ്, ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, എത്ര കാലം വരെ വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലേ, നമ്മളിപ്പോൾ രാവിലെ പ്രിപ്പയർ ചെയ്താൽ രാത്രി ആകുമ്പോഴേക്ക് തന്നെ നാശമായി പോകുന്നുണ്ട്. ഇൻ ദ ജ്യൂസസ് ആൻഡ് ബിവറേജസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് these days several chemical substances are added for preserving them for a long period. അതായത് നമ്മൾ ഈ ബോട്ടിൽ വാങ്ങുന്ന ജ്യൂസുകളും സോഫ്റ്റ് ഡ്രിങ്കും ഒന്നും എന്ത് ചെയ്യുക, അല്ലേ, 1-2 ദിവസം കൊണ്ട് നാശമായി പോകുന്നതല്ല, നമ്മൾ കുറേ ദിവസം വെക്കുന്നതാണ്. അതെന്തുകൊണ്ടായിരിക്കും കേടാവാതിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അതായത് ഇതിനു വേണ്ടി നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചില കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ദ കെമിക്കൽസ് ആഡഡ് ടു ബിവറേജ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ സെറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾ ആർ കോൾഡ് സ്റ്റെബിലൈസേഴ്സ്. അതായത് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബിവറേജസിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്റ്റൻസ് ആണ് സ്റ്റെബിലൈസേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The practice of using certain substances to prevent the spoilage of food has been existing since ancient time. Some of these are vinegar and salt. പണ്ട് മുതലേ നമ്മൾ ഭക്ഷണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്, വിനെഗറും സാൾട്ടും ഒക്കെ, അല്ലേ, നമ്മൾ ഉപ്പിലിട്ട് വെക്കുക, അതേപോലെ അച്ചാർ യൂസ് ചെയ്യുക, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. Chemical that maintain the quality or enhance the taste of food are used for this purpose, അല്ലേ. അതായത് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും അതേപോലെ ടേസ്റ്റ് എൻഹാൻസറായിട്ടും പല കെമിക്കൽ സബ്സ്റ്റൻസും യൂസ് ചെയ്യുന്നുണ്ട്. സെർട്ടൻ കെമിക്കൽസ് ആർ ഓൾസോ ആഡഡ് ടു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് ടു ഗിവ് ദം അട്രാക്റ്റീവ് കളർ. നല്ല പല പല കളർ കിട്ടാൻ വേണ്ടിയും അതേപോലെ ഈ ഡ്രിങ്ക്സിലൊക്കെ പല കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. കെമിക്കൽ സബ്സ്റ്റൻസ്, അതേപോലെ ജ്യൂസാണോ ഫുഡ് സബ്സ്റ്റൻസിനാണോ ടു വിച്ച് ഈസ് ആഡഡ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ യൂസുമാണ് കൊടുത്തിട്ടുള്ളത്. കെമിക്കൽ സബ്സ്റ്റൻസ് ടാർട്രസിൻ ഫുഡ് സബ്സ്റ്റൻസിലാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്കിലും. ഇതൊരു കളറിങ് ഏജൻ്റാണ്, യെല്ലോ കളർ കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് ടാർട്രസിൻ. ദെൻ എരിത്രോസിൻ ഫുഡ് സബ്സ്റ്റൻസിലും സോഫ്റ്റ് ഡ്രിങ്കിലുമാണ് ആഡ് ചെയ്യുന്നത്. ഇതും ഒരു കളറിങ് ഏജൻ്റാണ്, റെഡ് കളർ, അല്ലേ. അത് നമുക്ക് റെഡ് വെച്ച് കണക്ട് ചെയ്താൽ മതി, റെഡിന് നല്ല എരിവുണ്ടാവുന്നു. മുളക് അതേപോലെയുള്ള സബ്സ്റ്റൻസൊക്കെ അല്ലേ നല്ല എരിവുണ്ടാവും, എരിത്രോസിൻ. ദെൻ ഇൻഡിഗോ കരാമൈൻ ഫുഡ് സബ്സ്റ്റൻസിലും സോഫ്റ്റ് ഡ്രിങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു കളറിങ് ഏജൻ്റാണ്, ബ്ലൂ കളറാണ് നൽകുന്നത്. ദെൻ വാനിലിൻ ഫുഡ് സബ്സ്റ്റൻസിൽ ടേസ്റ്റ് എൻഹാൻസറാണ്. നമുക്കറിയാം അല്ലേ, കേക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാനിലിൻ്റെ എസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദെൻ ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്കിലാണ് യൂസ് ചെയ്യുന്നത് ടു ആഡ് സോർ ടേസ്റ്റ്. ഒരു പുളി രുചി കിട്ടാൻ വേണ്ടി സോഫ്റ്റ് ഡ്രിങ്കിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് ഫോസ്ഫോറിക് ആസിഡ്. ദെൻ അലൈൽ ഹെക്സോനേറ്റ് ഫുഡ് സബ്സ്റ്റൻസിലാണ് ആഡ് ചെയ്യുന്നത് ടു എൻഹാൻസ് അരോമ, അതായത് പൈനാപ്പിളിൻ്റെ ഒക്കെ സ്മെല്ല് കിട്ടാൻ വേണ്ടി. ദെൻ സോഡിയം ബെൻസോയേറ്റ് സോസ് സലാഡ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക് ടു പ്രിവെൻറ്റ് ഈസ്റ്റ് ഫംഗസ്. ഈസ്റ്റും ഫംഗസ് അതായത് പൂപ്പലൊക്കെ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് സോഡിയം ബെൻസോയേറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ സോർബിക് ആസിഡ് ചീസ്, കേക്ക് ആൻഡ് സലാഡ്, അതും ടു പ്രിവെൻറ്റ് ഫംഗസ്, അതായത് ഫംഗസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ഫൈൻഡ് സച്ച് ഇൻഗ്രീഡിയൻസ് ഓൺ ദ ലാബൽസ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ് ആൻഡ് പാക്കറ്റ് ഓഫ് ഫുഡ്. കമ്പയർ ദ ഡാറ്റ വിത്ത് ദോസ് ഇൻ ദ ടേബിൾ, അല്ലേ. അതായത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കൊക്കെ ഫുഡ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പുറമെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് ഏതാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഡു സോഫ്റ്റ് ഡ്രിങ്ക് ഹാവ് എനി ന്യൂട്രീഷൻ വാല്യൂ ഡിസ്കസ്. അതായത് സോഫ്റ്റ് ഡ്രിങ്കിന് എന്തെങ്കിലും ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടോ എന്നാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഹാംഫുൾ ടു ഹെൽത്ത്, അല്ലേ. അതായത് പല കെമിക്കൽ സബ്സ്റ്റൻസും ഇതിൽ ചേർക്കുന്നത് കൊണ്ട് ഇത് കൂടുതലും നമുക്ക് ഹെൽത്തിന് ഹാംഫുള്ളാണ്. ഹൗ ഡു സച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ ആഡഡ് ടു ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അഫക്റ്റ് ദ ബോഡി? യു ക്യാൻ സെർച്ച് ആൻഡ് ഗ്യാദർ ഇൻഫോർമേഷൻ. അതായത് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ എങ്ങനെ നമ്മളെ ബോഡീനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മളെ ബോഡിക്ക് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും കുടിക്കാമെന്നല്ലാതെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് പല ഹെൽത്ത് ഇഷ്യൂസിനും കാരണമാകും. സോ അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ലെറ്റർ സക്സസും കൂടെ പെട്ടെന്ന് ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.